ഇന്നവള് ജോണിന്റെ മുന്നിൽ വരച്ച ലക്ഷ്മണരേഖ നമ്മൾ അവൾക്ക് മുന്നിൽ വരയ്ക്കും, കളക്ട്രേറ്റിന്റെ പുറത്തെ ഗേറ്റിൽ. വരയ്ക്കാൻ കഴിഞ്ഞ സന്തോഷായി. എന്നാ വരയ്ക്കാനുള്ള പെയിന്റും ബ്രഷും തയ്യാറാക്കിക്കോ. ശാലിനിയെ നമ്മൾ കളക്ട്രേറ്റിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചിരിക്കും. മാഡം, എന്താ എന്താ ഇവിടെ പ്രശ്നം? ഞാൻ മാഡത്തെ കാണാൻ വേണ്ടി ഈ മുറിയിലേക്ക് വന്നത് അനുപല്ലവിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും വ്യക്തിപരമായ വിദ്വേഷമോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കല്ലേ മാഡം വേണ്ടത്. സഹപ്രവർത്തകരൊക്കെ ആവുമ്പോ അങ്ങനെയല്ലേ വേണ്ടത്? അത് ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അതൊന്നും അല്ല മാഡം, ഞാൻ 1-2 പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പുറത്തോട്ടൊന്ന് പോയതാ. വാതില് ലോക്ക് ചെയ്യാതെയാ പോയത്. തിരിച്ചു വന്ന് വാതിൽ തുറന്നപ്പോ ജോൺ സാറ് റൂമിനകത്തുണ്ട്. മാഡം പറഞ്ഞിട്ടുള്ളതല്ലേ, മാഡം ഇല്ലാത്തപ്പോ റൂമിലേക്ക് മറ്റാരെയും കടത്തിവിടരുതെന്ന്. മാഡത്തെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്താവശ്യം? എന്തായിരുന്നു ജോണെ എന്നെ കണ്ടിട്ട് തീർക്കേണ്ടതായ അത്രയ്ക്ക് അത്യാവശ്യമായ കാര്യം? പറയൂ. അത് പിന്നെ നമ്മുടെ പറയൂ, കേക്കട്ടെ. അല്ല, നേരത്തെ പറഞ്ഞ ആധാരത്തിന്റെ ആധാരത്തെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് ഇനിയും പറയാലോ. എന്തിനാ ജോണെ, എന്തിനാ ഇങ്ങനെ വളഞ്ഞു കിടന്ന് മൂക്കെ പിടിക്കുന്നെ? ഈ മുറിക്കകത്ത് ആരുമില്ലാത്തപ്പോ കയറിയത് തെറ്റാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനാ ഞാൻ അനുപല്ലവയെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നത്. അനു ചോദിക്കും, അത് ചോദ്യം ചെയ്യാൻ ജോണിന് അവകാശമില്ല. ഇനി റിപ്പീറ്റ് ചെയ്യില്ല മാഡം, സോറി. എന്തോ കള്ളത്തരമുണ്ട് മാഡം, അത് ഉറപ്പാ. മേഡത്തെ വിശ്വസിച്ച ഞങ്ങൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ആന്റണിയെ പുറത്തിറക്കാനോ കഴിയുന്നില്ല. അവനോട് അഴിയെണ്ണുമ്പോ ശിവനും ശാലിനി ഹണിമൂൺ ആഘോഷിച്ച് നടക്കുക. അവരുടെ ആഘോഷം അധികം നീളില്ല. ഹലോ, എന്തായി കാര്യങ്ങൾ? കളക്ടർ പെടുവോ? പെട്ടേനെ. പക്ഷെ അപ്പോഴേക്കും അവളുടെ കൂടെയുള്ള ബാലകൃഷ്ണൻ കയറി വന്നു. അല്ലെങ്കിൽ ഇന്ന് അവളെ ഇവിടെ നിന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കൺകുളിർക്കെ കാണായിരുന്നു. അപ്പൊ ചക്കിന് വെച്ചത് കൊക്കിന് പോലും കൊണ്ടില്ലെന്നല്ലേ? ഭാഗ്യപ്പ അവളുടെ കൂടെയാണല്ലോ. സംഗതി നടന്നു കിട്ടാൻ കൂട്ടപ്രാർത്ഥനയും ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ഗുരുതിയൊക്കെ നടത്തേണ്ടി വരുവോ? ആർത്തിങ്കല പുണ്യാളന് ഒരു കൂട് മെഴുകുതിരി നേർന്നുകൊണ്ട് ഒരു ശ്രമം കൂടി ശ്രമിക്കണമെന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും എനിക്കെതിരെ ലക്ഷ്മണരേഖ വരച്ചിരിക്കുക കളക്ടർ. അത് പിന്നെ അങ്ങനല്ലേ വരൂ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഇനി പേടിക്കുമല്ലോ. അതുകൊണ്ട് ഇനി ആ വഴിക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. പണി ചെന്ന് വാങ്ങിച്ചൂട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ പദ്ധതി? ഒന്നിൽ പിഴച്ചാൽ 3. ഒന്നല്ലേ പിഴച്ചുള്ളൂ. ഇനി കിടക്കുന്ന 2 ചാൻസിൽ ഒന്നിൽ അവൾ അടിപതറി വീഴും, ഇല്ലെങ്കിൽ സുസ്മിത വീഴിക്കും. എറിയാനറിയാവുന്നവന്റെ കയ്യിൽ വടി കിട്ടിയാൽ ഏത് മാങ്ങയാ വീഴാത്തത്? അല്ല, അപ്പൊ ഇനി എങ്ങനെയാ നമ്മുടെ അടുത്ത നീക്കം? ചുമ്മാ ഒരു കറക്കിക്കുത്തിൽ ഞാൻ അവളെ അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി. ഇനി മറ്റൊരു കറക്കിക്കുത്തിൽ അവളെ അവളുടെ ഔദ്യോഗിക കസേരയിൽ നിന്നും പിടിച്ചിറക്കണം. ഇന്നവള് ജോണിന്റെ മുന്നിൽ വരച്ച ലക്ഷ്മണരേഖ നമ്മൾ അവൾക്ക് മുന്നിൽ വരയ്ക്കും, കളക്ട്രേറ്റിന്റെ പുറത്തെ ഗേറ്റിൽ. വരയ്ക്കാൻ കഴിഞ്ഞ സന്തോഷായി. എന്നാ വരയ്ക്കാനുള്ള പെയിന്റും ബ്രഷും തയ്യാറാക്കിക്കോ. ശാലിനിയെ നമ്മൾ കളക്ട്രേറ്റിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചിരിക്കും. എന്നിട്ട് ചാണകം തളിച്ച് ശുദ്ധിയാക്കും. പിന്നെ അവിടുത്തെ ഭരണം ജോൺ അബ്രഹാമിന്റെ കൈവെള്ളയും. എനിക്കിത് വിശ്വസിക്കാവോ? സുസ്മിതയായി പറയുന്നത്. ചെയ്യാൻ പറ്റുന്നതേ പറയാറുള്ളൂ. പക്ഷെ പറഞ്ഞു പോയാൽ അതാരുടെ തലയെടുത്തിട്ടായാലും ചെയ്തിരിക്കും. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കേൾക്കേണ്ട ഒരു വാർത്തയ്ക്ക് ചെറിയൊരു ബ്രേക്ക്, പ്ലാനിങ്ങിൽ ചെറിയൊരു പിഴവ്. ആന്റണിയെ കാണുമ്പോൾ പറയാൻ ഒരു സന്തോഷ വാർത്ത കിട്ടുന്ന പ്രതീക്ഷയല്ല ഞാൻ വന്നത്. തുടക്കമേ പാളിയുള്ളൂ. പക്ഷെ ഒടുക്കം കാണാതെ നമ്മൾ പിന്തിരിയില്ലല്ലോ. ഞാൻ ഉറപ്പു തരുന്നു, ആന്റണിയെ കണ്ടു പറയാൻ ഡേവിസിന് നല്ലൊരു സന്തോഷ വാർത്ത ഞാൻ തരും.
കളക്ടർ കസേരയിൽ നിന്നും ശാലിനിയുടെ എന്നേക്കുമായുള്ള പടിയിറക്കം. അത് കൺമുന്നിൽ കാണിച്ചു തരും ഞാൻ, ഉറപ്പ്. ഇതെന്താ പതിവില്ലാതെ കാണണമെന്ന് പറഞ്ഞത്? പതിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോ അതിന്റെ പിന്നാലെ ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ. വക്കീൽ പണിയായി പോയില്ലേ? അപ്പൊ കാണണമെന്ന് പറഞ്ഞത് ഒഫീഷ്യൽ കാര്യമായിട്ടാണ്? അതെ. സത്യാമ്മ എന്നെ ഒരു കേസ് ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞപ്പോ ശാലിനി ഒന്ന് നേരിട്ട് കണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചു. അർജുനേട്ടൻ ചോദിച്ചോളൂ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശാലിനി, എനിക്കറിയേണ്ടത് വിഷ്ണുവിന്റെ മരണത്തെക്കുറിച്ചാണ്. വിഷ്ണു മരണപ്പെട്ട കാര്യങ്ങളൊന്നും സത്യാമ്മയുമായി ശാലിനി സംസാരിച്ചിട്ടില്ല എന്നാണ് സത്യാമ്മ പറയുന്നത്. പിന്നെ മരണവിവരവും ഇൻഷുറൻസ് തുക കൈപ്പറ്റിയതും അടക്കം. അർജുനേട്ടാ, ഇതിൽ ഞാൻ തീർത്തും നിരപരാധിയാ. ഈ വിഷയം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയതും വിഷ്ണുവേട്ടൻ തന്നെയാ. കാരണം വിഷ്ണുവേട്ടന് തന്റെ അസുഖത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഓപ്പറേഷൻ സക്സസ് ആയില്ലെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ മരണവിവരം ശാലിനിയെ വീട്ടുകാരെ അറിയരുത്. ഞാൻ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് കരുതി സമാധാനത്തോടെ അവർ ജീവിച്ചോട്ടെ. ഇനി വിഷ്ണുവിന്റെ ഇൻഷുറൻസ് തുക, ആ തുകയ്ക്ക് വേണ്ടി ശാലിനി വിഷ്ണുവിനെ കൊന്നുവെന്ന് തന്നെയാണ് സത്യാമ്മ പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടും ഇൻഷുറൻസ് തുക ശാലിനിയുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നതുകൊണ്ടും സത്യാമ്മ ഈ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുക. വിഷ്ണുവേട്ടന്റെ ഇൻഷുറൻസ് തുകയായ 30 ലക്ഷം രൂപ കിട്ടിയെന്നുള്ളത് സത്യ. ആ തുക കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് കരുതി വിഷ്ണുവേട്ടന്റെ പേരിൽ ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുക. അതും വിഷ്ണുവേട്ടന്റെ മക്കളുടെ ആവശ്യപ്രകാരം അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി. വീടിന്റെ പണി പൂർത്തിയാവുമ്പോൾ വിവരങ്ങളൊക്കെ സാവകാശം പറഞ്ഞ് സത്യാമ്മയെ കൊണ്ടുപോയി കാണിക്കണമെന്നൊരാലോചനയും എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യാമ്മയെ കാര്യങ്ങൾ നേരിട്ട് അറിയിച്ചൂടെ? കഴിയില്ല. ഇപ്പോ എന്തു പറഞ്ഞാലും സത്യാമ്മ വിശ്വസിക്കില്ല. അർജുനേട്ടൻ ഇത് ചെന്ന് പറഞ്ഞ എന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുകയാണെന്ന് പറയും. ശാലിനി, ഈ കേസ് കോടതി എത്തിയാൽ നിൽക്കില്ല. എനിക്കിതുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അറിയില്ല. സത്യാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ വന്നേ.